നെക്സ്റ്റ് യു വി സ്പെക്ട്ര ഓഫ് ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് കീറ്റോൺസ്. ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് കീറ്റോൺസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കീറ്റോൺസ് സി ഡബിൾ ബോണ്ടോ വരുന്നതാണ് കീറ്റോൺസ് എന്ന് പറയുന്നത്. ആൽഫ ബീറ്റ അൺസാച്ചുറേഷൻ എന്ന് പറഞ്ഞാൽ ആൽഫ ബീറ്റ കാർബണിൽ ഡബിൾ ബോണ്ട് അൺസാച്ചുറേഷൻ വരുന്നതിനെയാണ് നമ്മൾ ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് കീറ്റോൺസ് എന്ന് വിളിക്കുന്നത്, അങ്ങനത്തെ കോമ്പൗണ്ടുകൾ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സ്ട്രോങ് ലാംഡ മാക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് സ്ട്രോങ് ആയിട്ടൊരു എന്താണ് സിഗ്നൽ ലാംഡ മാക്സ് എന്ന് പറയുന്ന അബ്സോർപ്ഷൻ മാക്സിമം കിട്ടുന്നത് 230 to 260 നാനോമീറ്റർ ഇൻ ആൽക്കഹോളിലാണ്. ഒരു വീക്കായിട്ടുള്ള ഒരു ലാംഡ മാക്സ് നമുക്ക് 315 to 320 നാനോമീറ്ററിൽ കിട്ടും. സോ സ്ട്രോങ് അത് എന്താണ് ലാംഡ മാക്സ് കിട്ടാൻ കാരണം എന്ന് പറഞ്ഞാൽ കോൺജുഗേഷൻ കാരണമാണ്. ഓക്കെ, ഞാൻ പറഞ്ഞില്ല ആൽഫ ബീറ്റ കാർബണിൽ നമുക്ക് അൺസാച്ചുറേഷൻ കാണാനായിട്ട് സാധിക്കും. ആൻഡ് എന്താണ് വീക്ക് ലാംഡ മാക്സ് കിട്ടാൻ കാരണം കാർബണൈൽ ഗ്രൂപ്പാണ്, സി ഡബിൾ ബോണ്ട് ഗ്രൂപ്പാണ്. ഇവിടെയും എന്താണ് വുഡ്വേർഡ് ഫീസർ റൂൾ തന്നെയാണ് അപ്ലൈ ആവുന്നത്, പക്ഷേ എന്താണ് ചില കാര്യങ്ങൾ കുറച്ച് മോഡിഫൈഡ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ബേസിക് ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് കീറ്റോണിൻ്റെ ബേസിക് വാല്യൂ 215 നാനോമീറ്റർ എന്ന് തന്നെയാണ് എടുക്കുന്നത്. അത് സൈക്ലിക് ആകാം, 6 മെമ്പേർഡ് ആകാം. ഓക്കെ, ആൽക്കൈൽ ഗ്രൂപ്പ് അനുസരിച്ച് നമ്മുടെ എന്ത് മാറുന്നു, വാല്യൂസിന് വ്യത്യാസം വരുന്നു. അത് തന്നെയാണ് നമ്മൾ കഴിഞ്ഞ ഇതിൽ പറഞ്ഞല്ലോ. എക്സോസൈക്ലിക് ഡബിൾ ബോണ്ടിന് +5 ആയിരിക്കും. എൻഡോസൈക്ലിക് ഡബിൾ ബോണ്ട് ഉണ്ടെങ്കിൽ, അകത്ത് ഡബിൾ ബോണ്ട് ഉണ്ടെങ്കിൽ +5 ആയിരിക്കും. ആൻഡ് ആൽക്കൈൽ സബ്സ്റ്റിറ്റ്യൂവൻറ്റ് ആൽഫ പൊസിഷനിലാണെങ്കിൽ 10 നാനോമീറ്റർ ഇൻക്രീസ് ചെയ്യും. ആൽക്കൈൽ സബ്സ്റ്റിറ്റ്യൂവൻറ്റ് ബീറ്റ പൊസിഷനിലാണെങ്കിൽ +12. ഗാമ അല്ലെങ്കിൽ ഡെൽറ്റ പൊസിഷനിലാണെങ്കിൽ +18. ഓക്കെ, ഏതെങ്കിലും ഒരു ഡബിൾ ബോണ്ട് ഉണ്ട്, അത് നമ്മുടെ കോൺജുഗേഷനെ എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ +30 നാനോമീറ്റർ ആയിരിക്കും. ഹോമോ അനിലാർ കോൺജുഗേറ്റഡ് ആണെങ്കിൽ +39 നാനോമീറ്റർ ആയിരിക്കും വരിക. ഒരു എക്സാമ്പിൾ ചെയ്യാം. സി, അപ്പം ഈ ഒരു ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് ഡൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതാണ് ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് കീറ്റോൺ. ഓക്കെ, സി ഡബിൾ ബോണ്ട് ഇതാണല്ലോ ഫങ്ഷണൽ ഗ്രൂപ്പ്. സോ ഇതാണ് ആൽഫ പൊസിഷൻ, ഇതാണ് ബീറ്റ പൊസിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇതാണ് ആൽഫ ബീറ്റ അൺസാച്ചുറേഷൻ വന്നത് കണ്ടോ, അവിടെ ഡബിൾ ബോണ്ട് വന്ന്. ഓക്കെ, ഇതിൻ്റെ ബേസിക് വാല്യൂ നമ്മൾ 215 ആണ് എടുക്കുന്നത്, 215 നാനോമീറ്റർ. പിന്നെ നമുക്ക് ബീറ്റ പൊസിഷനിൽ 2 സബ്സ്റ്റിറ്റ്യൂവൻസ് വന്നിട്ടുണ്ട്, അതിൻ്റെ 2 × 12 24. അത് വെച്ചിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. സോ ഇവിടെ നോക്കിയേ, ഈ ഒരു കോമ്പൗണ്ടിൽ ഇതിനകത്ത് ഇപ്പം നമുക്ക് എത്ര വലിയ കോമ്പൗണ്ട് തന്നു കഴിഞ്ഞാലും നമ്മൾ എവിടെയാണ് നമ്മുടെ ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് കീറ്റോൺ ഉള്ളതെന്ന് നോക്കുക. സോ ഇവിടെ ഈ ഒരു ഇതിലാണ് നമുക്ക് ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് കീറ്റോൺ വരുന്നത്. അതിൻ്റെ ബേസിക് വാല്യൂ നമ്മൾ എഴുതുക. ബീറ്റയിൽ നമുക്ക് 2 സബ്സ്റ്റിറ്റ്യൂവൻസ് ഉണ്ടല്ലോ, അവിടെ ഓൾറെഡി ആൽഫ ബീറ്റ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എന്തുകൊണ്ട് നമുക്ക് ആൽഫയും ബീറ്റ, ഇവിടെയും ആൽഫ ബീറ്റ എന്ന് തന്നെയല്ലേ നമ്മൾ പറയുന്നത്, ആൽഫ ബീറ്റ ഇവിടെയും ആൽഫ ബീറ്റ പൊസിഷൻ തന്നെയാണ്. പക്ഷെ നമ്മൾ എന്തുകൊണ്ട് അതെടുക്കുന്നില്ല? അവിടെ ഡബിൾ ബോണ്ട് ഇല്ല, അൺസാച്ചുറേഷൻ ഇല്ല, അതുകൊണ്ടാണ് ആ പൊസിഷൻസ് നമ്മൾ എടുക്കാത്തത്. സോ ഇവിടെ നോക്കിക്കഴിയുമ്പോൾ ബീറ്റ കാർബണിൽ നമുക്ക് 2 സബ്സ്റ്റിറ്റ്യൂവൻസ് കാണാനായിട്ട് സാധിക്കും, റിങ് റെസിഡ്യൂസ് കാണാനായിട്ട് സാധിക്കും. അതിൻ്റെയാണ് 2 × 12 24 നാനോമീറ്റർ. ഒരു എക്സോസൈക്ലിക് ഡബിൾ ബോണ്ട് എന്തുണ്ട് നമ്മുടെ കോമ്പൗണ്ടിനുണ്ട്. ഓക്കെ, അങ്ങനെ നമ്മൾ കാൽക്കുലേറ്റഡ് വാല്യൂ കാണുന്നു. ഓക്കെ, അടുത്തത് എന്താണ്? ഇവിടെയാണ് നമ്മുടെ ഇത് വരുന്നത്. സോ ബേസിക് വാല്യൂ 215 ആണ്. റിംഗ് റെസിഡ്യൂവോ ഇതാണ് ആൽഫ കാർബൺ, ഇതാണ് ബീറ്റ കാർബൺ. ഇത് ആൽഫ, ഇത് ബീറ്റ. ഒരു റിംഗ് റെസിഡ്യൂവേ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുള്ളൂ. ഓക്കെ, 12 നാനോമീറ്റർ. സോ കാൽക്കുലേറ്റഡ് വാല്യൂ 227 നാനോമീറ്റർ. എല്ലാ പ്രോബ്ലംസും ഒന്ന് നോക്കുക. ഓക്കെ, അതാണ് നമ്മുടെ യു വി സ്പെക്ട്ര ഓഫ് ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് കീറ്റോൺസ്. ഇതോടുകൂടി യു വി സ്പെക്ട്രോസ്കോപ്പി നമ്മൾ തീരുകയാണ്.